നമുക്ക് മാറാൻ സമയമായിട്ടുണ്ട് സഹോദരങ്ങൾ. ഇനിയും വൈകിച്ചുകൂടാ. വല്ലാഹി ആരെയും കുറ്റപ്പെടുത്താനല്ല, വല്ലാഹി അല്ല, നമ്മൾ മാറണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം. കളിയാക്കും ആളുകൾ, ചോദിക്കും, ഒരുപക്ഷെ ഭാര്യമാർ വരെ ചോദിക്കും, ഇത്രയും പ്രായമായില്ലേ, ഇപ്പോഴാണോ താങ്കൾ പഠിക്കാൻ പോകുന്നത്, ഇത്രയും കാലം ബോധമുണ്ടായിരുന്നില്ലേ എന്നൊക്കെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അങ്ങനെ കേട്ടിട്ടുണ്ട് മുൻഗാമികൾ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് അസ്മഈ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെത്. ബസറയിൽ ജീവിച്ച് മരിച്ച വലിയൊരു പണ്ഡിതനായിരുന്നു അസ്മഈ. എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം? അദ്ദേഹം പല ഉലമാക്കളുടെ അടുക്കലേക്കും ദീൻ പഠിക്കാൻ ഇങ്ങനെ പോവാറുണ്ട്. അങ്ങനെ പോകുന്ന വേളയിൽ ഒരു കടയുടെ മുന്നിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ആ കടക്കാരൻ അസ്മഈയോട് ചോദിച്ചു, അല്ലയോ താങ്കൾ എപ്പോഴും ഇങ്ങനെ പോകുന്നത് കാണാറുണ്ടല്ലോ, എവിടേക്കാണ് താങ്കൾ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ അസ്മഈ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇന്നലെ ഞാൻ ഫിഖ് പഠിച്ചു, ഇന്ന് തഫ്സീർ, അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിലാണ്, ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ പഠിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കടക്കാരൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഒരു വലിയ പാത്രം എടുക്കുക, എന്നിട്ട് നീ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പേജുകളൊക്കെ അതിലേക്ക് വെക്കുക, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ആ മഷി എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം ചെറിയ പ്രായമാണ്, ഒരുപക്ഷെ മനസ്സിൽ പ്രയാസമുണ്ടാകും. പക്ഷേ ഇതിനൊന്നും ചെവി കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ആ വഴി മാറ്റിപ്പിടിക്കുകയാണ്. ഇയാളെ കണ്ട് ഇയാൾ പരിഹസിക്കണ്ട എന്ന് കരുതി അദ്ദേഹത്തിന്റെ യാത്രയുടെ വഴി ആ കടക്കാരന്റെ മുന്നിലൂടെ അല്ലാതെ പോവുകയാണ്. അങ്ങനെ മുഹമ്മദ് ബിൻ സുലൈമാൻ റഹിമഹുല്ല എന്ന് പറയുന്ന ആ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ്. ആരാണ് അസ്മഈ എന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ള ഒരാളാണ്, പ്രത്യേകിച്ച് വിലയൊന്നുമില്ല നമ്മുടെ കൂട്ടത്തിൽ. എന്തായിരുന്നു കാര്യമെന്ന് തിരക്കിയപ്പോൾ ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലാ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ, അദ്ദേഹത്തെ പറ്റി പറയപ്പെട്ടതായി കാണാം. അദ്ദേഹം മേഘങ്ങളോട് പറയാറുണ്ട് എന്നാണ്, നീ പോയിക്കൊള്ളുക. മേഘങ്ങളോട് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്, നീ പോയിക്കൊള്ളുക. നീ അവസാനിക്കുന്ന സ്ഥലം ഏതാണോ അതുവരെ എൻ്റെ ഭരണത്തിന് കീഴിലാണ്. അത്രയും വലിയ ഭരണാധികാരിയായിരുന്നു ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല. അദ്ദേഹം ഈ അസ്മഈയെ വിളിപ്പിക്കുന്നുണ്ട് എന്ന് ഈ വന്ന ഭരണാധികാരി, ആ നാട്ടിലെ ഭരണാധികാരി പറയുകയാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു. ഇത്രയും ആളുകൾക്കൊന്നും വിലയില്ലാത്ത ആളെ ഭരണാധികാരി വിളിക്കുകയോ? അങ്ങനെ അദ്ദേഹം ഹാറൂൻ അർ റഷീദിന്റെ അടുക്കലേക്ക് പോയപ്പോൾ ഹാറൂൻ അർ റഷീദ് പറയുകയാണ്, എൻ്റെ മക്കളെ താങ്കൾ പഠിപ്പിക്കണം ദീൻ, എൻ്റെ മക്കളെ താങ്കൾ ദീൻ പഠിപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഹാറൂൻ അർ റഷീദിന്റെ മക്കളെ ഈ അസ്മഈ റഹിമഹുല്ല അദ്ദേഹം ദീൻ പഠിപ്പിക്കുകയാണ്. പിന്നീട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ ഈ കടക്കാരനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഈ രൂപത്തിലാകാൻ സാധിക്കുകയില്ലായിരുന്നു. അദ്ദേഹം പക്ഷെ പഠിച്ചത് ഈ കടക്കാരനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന്റെ ദീൻ പഠിച്ചപ്പോൾ അള്ളാഹു ഉയർത്തിയതാണ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ സമ്പത്തോ ദുനിയാവിലെ വിഭവമോ ഒന്നുമില്ല എങ്കിൽ കൂടി നിനക്ക് ദീനുണ്ടോ, നിനക്ക് ഇൽമുണ്ടോ, ആളുകൾ നിന്റെ അടുക്കലേക്ക് വരും. വല്ലാഹി തുമ്മത്തല്ലാഹ്, യാതൊരു സംശയവുമില്ല. പല ആളുകളും കൂട്ടമായി നിന്റെ അടുക്കലേക്ക് വരും. അതാണ് ഇൽമിനുള്ള ശ്രേഷ്ഠത സഹോദരങ്ങളെ.